തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ നോമ്പിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം ചേർന്ന് വരികയാണ്. കണ്ണുനീരിന്റെ ആധ്യാത്മികതയാണ് നോമ്പ് നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച സൂത്താർ നമസ്കാരത്തിൽ പിതാക്കന്മാർ കണ്ണുനീരിന്റെ പെരുന്നാളിൽ കണ്ണുനീരിന്റെ ചായം ചായച്ച് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നോമ്പുകാലം നിലവിളിക്കുവാനും കരയുവാനും അനുതപിക്കുവാനുമുള്ള കാലമാണ്. അനുതാപമില്ലാത്ത ജീവിതം രോഗാതുരമാകുന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കണ്ണുനീര്, സത്യ അനുതാപം എന്നുള്ളത്. പ്രിയമുള്ളവരെ, കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പോലും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. നാം എന്തിനെ ഓർത്താണ് അനുദപിക്കേണ്ടത്? നാം എന്തിനെ ഓർത്താണ് വിളിക്കേണ്ടത്? നാം നടന്നുപോയ പഴയകാല ജീവിതത്തിലെ അബദ്ധസഞ്ചാരങ്ങളെയും നാം സംസാരിച്ച ദുർഭാഷണങ്ങളെയും നാം നടന്ന ദുർവഴികളെയും നാം ചിന്തിച്ച ദുർവിചാരങ്ങളെയും ഓർത്ത് ഒന്ന് അനുദപിക്കുവാനും കണ്ണുനീർ തൂകുവാനും ദൈവമുമ്പാകെ മടങ്ങി വരുവാനും ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതയാത്രയിൽ എല്ലാവരെയും ഒരേപോലെ കാണുവാനും ചേർത്ത് പിടിക്കുവാനും ഈ നോമ്പിന്റെ ആധ്യാത്മികത നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് അനുതാപവും ആത്മതപനവുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം ആത്മതപനത്തിന്റെ വളരെ സഫലമായ വഴികളെപ്പറ്റി പ്രവാചകൻ, മഹത്വമുള്ളവൻ, നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നാം എങ്ങനെയാണ് ആത്മതപനം നടത്തേണ്ടതെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേഴാമ്പലിനെ പോലെ മഴയ്ക്കായി കീഴുന്ന ആ പക്ഷിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ, യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതൊരു നിലവിളിയുടെ വേദഭാഗമാണ്. മത്സ്യത്തിന്റെ അടുത്തിട്ട് കിടന്ന് നിലവിളിക്കുന്ന യോന, ഞാൻ ദൈവാലയത്തിൽ കടന്നു എന്ന്, വിശുദ്ധാത്ര മന്ദിരത്തിലേക്ക് കടന്നു എന്ന് ഞാൻ നിലവിളിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഈ നോമ്പുകാലം നമുക്കും ദൈവാലയത്തിലേക്ക് കടന്നു എന്ന്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, അനുതാപത്തോടെ കർത്തൃസന്നിധിയിൽ അണയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ.